17 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് സിപിഎമ്മിന്റെ 89 അംഗ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചത്. മന്ത്രി ആർ ബിന്ദു, എംഎൽഎമാരായ ഡി കെ മുരളി, കെ ശാന്തകുമാരി, 5 ജില്ലാ സെക്രട്ടറിമാർ, ഡിവൈഎഫ്ഐ നേതാക്കളായിട്ടുള്ള വി കെ സനോജ്, വി വസീഫ് തുടങ്ങിയവർ കമ്മിറ്റിയിൽ ഇടം പിടിച്ചപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ക്ഷണിതാവാണ്. 17 അംഗ സെക്രട്ടേറിയറ്റിൽ കെ ശൈലജ, എം വി ജയരാജൻ, സി എൻ മോഹനൻ തുടങ്ങിയവർ ഇടം പിടിച്ചപ്പോൾ മന്ത്രി എം ബി രാജേഷും പി ജയരാജനും ഉൾപ്പെട്ടില്ല. എ കെ ബാലൻ, പി കെ ശ്രീമതി എന്നിവരെ പ്രായാധിക്യത്തെ തുടർന്ന് ഒഴിവാക്കുകയും ചെയ്തു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് പി ശ്രീരാമകൃഷ്ണനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയപ്പോൾ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ സൂസൻ കോടി പുറത്താവുകയും ചെയ്തു. സെക്രട്ടറിയായി എം വി ഗോവിന്ദനെ സമ്മേളനം തെരഞ്ഞെടുത്തു. വി അരുൺ കൊല്ലത്ത് നിന്ന് ആശ്രാമ മൈതാനത്തും ചേരുകയാണ്. അരുൺ, അങ്ങനെ സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങാൻ പോകുമ്പോൾ സംസ്ഥാന സമിതിയും കമ്മിറ്റിയിലും കൃത്യമായിട്ടൊരു ധാരണയിലെത്തിയിരിക്കുന്നു, രൂപീകൃതമായിരിക്കുന്നു. ഇതിൽ അപ്രതീക്ഷിതമായി അവിചാരിതമായിട്ടുള്ള സാന്നിധ്യങ്ങൾ ഏതെങ്കിലും എടുത്തു പറയേണ്ടതായി ഉണ്ടോ? ഏറ്റവും പ്രധാനം സംസ്ഥാന സെക്രട്ടറി രൂപീകരണമാണ്. സംസ്ഥാന സമ്മേളനങ്ങളിൽ സാധാരണ സെക്രട്ടറി രൂപീകരിക്കുന്ന പതിവില്ല. കഴിഞ്ഞ തവണ കേരളത്തിൽ വെച്ച് തൊട്ടു പിന്നാലെ പാർട്ടി കോൺഗ്രസ് കണ്ണൂർ നടക്കുന്നതുകൊണ്ട് എന്ന പേരിലാണ് അന്ന് സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവാക്കൽ മന്ത്രി എം ബി രാജേഷിന്റേതും അതുപോലെ തന്നെ പി ജയരാജന്റേതുമാണ്. എം ബി രാജേഷ് മന്ത്രി കൂടിയാണ്. അദ്ദേഹം നേരത്തെ സംസ്ഥാന സെക്രട്ടറി വരേണ്ട ആളായതുകൊണ്ടാണ് പൊതുവിൽ സിപിഎം നേതാക്കൾ പറയുന്നത്. പക്ഷേ എം ബി രാജേഷ് ഇത്തവണയും ഉൾപ്പെടുത്തിയില്ല. പി ജയരാജൻ, അദ്ദേഹത്തിന് 72 വയസ്സ് ആകാൻ പോകുന്നു, പിന്നിടുന്നു. അദ്ദേഹത്തിന് ഇനി ഒരു അവസരം ഒരുപക്ഷെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകില്ല. കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഔദ്യോഗിക പക്ഷത്തിനെതിരെ പിണറായി വിജയനെതിരെയും മറ്റും നിലപാടെടുത്ത് പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ പരോക്ഷമായും ഒക്കെ നിലപാടെടുത്തെടുക്കുന്ന ആളാണ് പി ജയരാജൻ. പി ജയരാജനെ ഇപ്പോഴും അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവാക്കൽ. മറ്റൊന്ന് എം വി രാജേഷാണ്. അങ്ങനെ പി ജയരാജൻ ഒഴിവാക്കുമ്പോൾ കെ ശൈലജ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു. പി കെ ശ്രീമതിയാണ് അവിടെ നിന്ന് ഒഴിവായത്. ശ്രീമതിന്റെ ഒഴിവിൽ ഒരു വനിത ഏതായാലും സെക്രട്ടറിക്ക് വരേണ്ടിയിരുന്നു. കെ ശൈലജയും ഈ പിണറായി വിജയനുമായി അത്ര നല്ല ബന്ധത്തിലുള്ള നേതാവല്ല. പിണറായി അടുത്ത അനുയായിയായോ അല്ലെങ്കിൽ ആ പിണറായി പക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആളോ ആയോ കെ ശൈലജയെ പരിഗണിക്കാനുമാകില്ല. ശൈലജ അവിടെ കടന്നു വന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ സി എസ് സുജാതയോ തിരുവനന്തപുരത്ത് ടി എം സീമയോ ഒക്കെ വരേണ്ടിയിരുന്നു. ഏതായാലും കെ ശൈലജയെ സെക്രട്ടറിയെ കൊണ്ടുവരുന്നു. പക്ഷെ പി ജയരാജനെ അവിടെയും തടയുന്നു. ഒരുപക്ഷെ ശൈലജയുടെ വരവ് എം വി ഗോവിന്ദന്റെ ഇടപെടലായി കൂടി വ്യാഖ്യാനിക്കപ്പെടാം വരും ദിവസങ്ങളിൽ. പൂർണ്ണമായും പിണറായിയുടെ നിയന്ത്രണത്തിലാണ് കമ്മിറ്റിയെങ്കിലും അവിടെ ശൈലജയെ ഉൾപ്പെടുത്തിയത് പിണറായിയുടെ പൂർണ്ണ താല്പര്യത്തിലുണ്ടാകാൻ ഇടയില്ല എന്നാണ് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു സി എൻ മോഹനനാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് മോഹനനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പി എൻ മോഹൻ ഉൾപ്പെടുത്തി. പക്ഷേ പി മോഹൻ പോലുള്ള കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുതിർന്ന നേതാവ് പി മോഹനെ പോലുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് ആനാവൂർ നാഗപ്പൻ ഒഴിഞ്ഞപ്പോൾ അവിടെ പകരം കടകംപള്ളി സുരേന്ദ്രൻ വരുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷെ കടകംപള്ളിയെയും ഉൾപ്പെടുത്തിയിരുന്നില്ല. ജില്ലകൾക്ക് അങ്ങനെ വീതം വെച്ച് നൽകാനാവും അല്ല സെക്രട്ടറി സ്ഥാനമെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു. പി ജയരാജനെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നതിന് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ പരിഗണിക്കാവുന്ന പലരും ഉണ്ട്. അങ്ങനെ വലിയൊരു പട്ടികയുണ്ട്. സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സെക്രട്ടറി അംഗമാക്കാൻ കഴിയില്ലോ എന്നൊരു മറുപടിയാണ് എം വി ഗോവിന്ദൻ നൽകിയെന്നത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ സെക്രട്ടേറിയറ്റിൽ പി ജയരാജൻ ഉൾപ്പെട്ടില്ല. എം വി രാജേഷ് പ്രതീക്ഷിക്കപ്പെട്ടെങ്കിലും അദ്ദേഹവും സെക്രട്ടറി ഉൾപ്പെടാൻ കഴിയില്ല. ശൈലജ കടന്നു വന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സമിതിയിലാകട്ടെ കാര്യമായ അത്ഭുതങ്ങളൊന്നുമില്ലെങ്കിൽ പോലും 17 പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ സിപിഎം തയ്യാറായത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. സൂസൻ കോടി ഒഴിവാക്കി. അത് നടപടിയുടെ ഭാഗമാണെന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു. സിപിഎമ്മിന് നാണക്കേട് ഉണ്ടാക്കിയതാണ് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ. അത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിന്റെ പേരിൽ ജില്ലാ സെക്രട്ടറി അംഗമായിരുന്ന പി ആർ വസന്തനെ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഉൾപ്പെടുത്താതെ ഒഴിവാക്കിയിരുന്നു സിപിഎം. അതിന്റെ തുടർച്ചയായി ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള നേതാവായ സൂസൻ കോടിയെയും ഒഴിവാക്കുകയാണ്. സൂസൻ കോടി സംസ്ഥാന സമിതി അംഗം എന്ന രീതിയിൽ ഒഴിവാക്കുകയാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഗണിച്ച ശേഷം പിന്നീട് വേണമെങ്കിൽ പരിഗണിക്കാമെന്നൊരു മറുപടിയാണ് നേതാക്കൾ എം വി ഗോവിന്ദൻ നൽകിയത്. കൃത്യമായും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 17 അംഗ സെക്രട്ടേറിയറ്റിൽ കെ ശൈലജയ്ക്കും എം വി ജയരാജനും സി എൻ മോഹനും ഇടം ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ എം ബി രാജേഷിനും പി ജയരാജനും അവസരം നൽകിയില്ല എന്നുള്ളതും എടുത്തു പറയണം. അരുൺ, ഈ പ്രായപരിധി അതിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണോ ഉണ്ടായത്? ഈ എ കെ ബാലനും പി കെ ശ്രീമതിയും ഇവരെ മാത്രമാണോ ഈ പ്രായാധിക്യത്തിന്റെ തുടർന്ന് ആ ഒരു നിബന്ധനയെ തുടർന്ന് മാറ്റി നിർത്തിയത്?
അരുൺ, എന്തോ ആ ചോദ്യം ഒന്ന് ആവർത്തിക്കണം. അതായത് അരുൺ, നമ്മൾ ഈ പ്രായപരിധി അത് കൃത്യമായി നടപ്പാക്കും എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല ചില ഇളവുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കുമെന്നുള്ള കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ AK ബാലനും PK ശ്രീമതിക്കും പ്രായാധിക്യത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിൽ നിന്നും അവസരം നഷ്ടമാകുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ അതിൽ മറ്റു പേരുകൾ എന്തെങ്കിലും ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? എന്തോ 75 വയസ്സെന്ന പ്രായ നിബന്ധന ഒരു ഇളവും വരുത്തില്ലെന്ന് CPM നേരത്തെ വ്യക്തമാക്കിയതാണ്. സംസ്ഥാന സെക്രട്ടറിയിൽ അങ്ങനെ ഒഴിയേണ്ടി വന്ന പ്രമുഖർ PK ശ്രീമതിയും AK ബാലനും അതുപോലെ ആനാവൂർ നാഗപ്പനുമാണ് പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന സെക്രട്ടറി ഒഴിയേണ്ടി വന്നത്. NR ബാലൻ തൃശൂരിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹത്തിനും ഈ പ്രായ പരിധി നിബന്ധന തന്നെയാണ് തടസ്സമായത്. ബേബി ജോൺ അദ്ദേഹം മുൻ സംസ്ഥാന സെക്രട്ടറി അംഗമാണ്. സംസ്ഥാന സമിതി നേതൃത്വം ഉൾപ്പെടുന്ന ആളായിരുന്നു. ബേബി ജോണിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗഗാറിനെ നേരത്തെ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗഗാറിനെ ഈ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കി. അദ്ദേഹത്തെ വയനാട്ടിൽ നിന്ന് കൂടുതൽ പേര് ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് അവിടെ നിന്ന് റഫീഖ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സമിതിയിലേക്ക് വന്നപ്പോൾ അവിടെ ഒഴിവായത് ഗഗാറിനാണ്. P ശ്രീരാമകൃഷ്ണൻ മുൻ സ്പീക്കറാണ്, ഇപ്പോൾ നോർക്കയുടെ വൈസ് ചെയർമാനാണ്. ശ്രീരാമകൃഷ്ണൻ ഒഴിവാക്കിയത് അനാരോഗ്യത്തെ തുടർന്ന് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പേരിൽ ശ്രീരാമകൃഷ്ണനെയും ഒഴിവാക്കിയിരിക്കുന്നു. ബാക്കിയെല്ലാം ഈ പ്രായ പരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടവരാണ്. നടപടിയെടുത്ത് മാറ്റി നിർത്തുന്നത് സുഹൻ കൂടിയാണ്. അത് കരുനാഗപ്പള്ളിയിലെ കടുത്ത വിഭാഗീയ പ്രവർത്തനങ്ങൾ തുടർന്നാണ്. 17 പ്രമുഖങ്ങൾ വരുന്നു. അതിൽ തന്നെ അതിന് പുറമെ വീണ ജോർജിനെ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതമായി ഉൾപ്പെടുത്തുന്നു. വേറൊരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതുള്ളത് VS അച്യുതാനന്ദൻ പതിറ്റാണ്ടുകളായ CPMന്റെ നേതൃനിലയിലുള്ള നേതാവാണ്. കഴിഞ്ഞ 5-6 വർഷം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം പോലും കഴിഞ്ഞ എറണാകുളം സമ്മേളനവും VSനെ ക്ഷണിതാവായി നിലനിർത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ക്ഷണിതാക്കളുടെ പട്ടിക തയ്യാറാക്കിയിട്ടില്ല. VS പാർട്ടിയുടെ സ്വത്താണ് എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ ക്ഷണിതാക്കളുടെ പട്ടികയിൽ VS ഉണ്ടോ എന്ന് വ്യക്തമാക്കിയില്ല. ക്ഷണിതാക്കളുടെ പട്ടിക ഇനി കേന്ദ്ര കമ്മിറ്റിയുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ തീരുമാനിക്കൂ. ഇപ്പോൾ ഈ നേതൃനിലയിൽ നിന്ന് മാറുന്ന PK ശ്രീമതിയും AK ബാലനും പോലുള്ള നേതാക്കളെ കൂടി പരിഗണിക്കാൻ വേണ്ടി പിന്നീട് അവരെയും ക്ഷണിതാക്കളെ ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ VSനെയും അതിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും 17 പുതുമുഖങ്ങൾ വരുന്നു. അതിന് യുവാക്കൾ വരുന്നു. യുവാക്കൾ എന്ന് പറയുമ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഈ സംസ്ഥാന സമിതിയിലേക്ക് വരികയാണ്. VK സരോജും അതുപോലെ തന്നെ K വസീഫും സംസ്ഥാന സമിതിയിലേക്ക് വരുന്നു. 5 ജില്ലാ സെക്രട്ടറിമാർ കഴിഞ്ഞ സമ്മേളനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 5 ജില്ലാ സെക്രട്ടറിമാർ CPMന്റെ സംസ്ഥാന സമിതിയിലേക്ക് വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ റഫീഖ് വയനാട് ജില്ലാ സെക്രട്ടറിയാണ്. DYFIയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വളരെ പെട്ടെന്ന് അതിശയകരമെന്ന വിധം CPMന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടയാളാണ് റഫീഖ് CPMന്റെ സംസ്ഥാന സമിതിയിലും K റഫീഖ് ഉൾപ്പെടുന്നു. M രാജഗോപാൽ MLA ആണ്, കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ്. A മെഹബൂബ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. VP അനിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. KV അബ്ദുൽ ഖാദർ. അരുൺ അങ്ങനെയാണെങ്കിൽ ഈ 17 അംഗ